എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് പരിശോധിക്കുവാനും ടോപ്പ് അപ്പ് ചെയ്യുവാനും പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ പ്രഷർ ടെസ്റ്റിങ്ങും ഫ്ലഷിങ്ങും നടത്തുവാനും നമുക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലെവലും അതിൻ്റെ അവസ്ഥയും പരിശോധിക്കുക, പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലെ ഫ്ലൂയിഡ് ലെവൽ ടോപ്പ് അപ്പ് ചെയ്യുക, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് പ്രഷർ ടെസ്റ്റ് നടത്തുക, പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ഫ്ലൂയിഡ് ഫ്ലഷിംഗ് നടത്തുക, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് സിസ്റ്റം ഫില്ലും ബ്ലീഡും ചെയ്യുക എന്നിവയൊക്കെ കഴിയും. ഇത് ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനം ഒരെണ്ണം, പ്രഷർ ഗേജ് ഒരെണ്ണം, പവർ സ്റ്റിയറിംഗ് ഹോസ് ആവശ്യാനുസരണം, ഹൈഡ്രോളിക് ഓയിൽ ആവശ്യത്തിന്, കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, സോപ്പ് ഓയിൽ ആവശ്യാനുസരണം, 5 വാട്ട് ഓയിൽ ആവശ്യത്തിന്. സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലെവൽ പരിശോധിക്കുക. എൻജിൻ ഓഫ് ചെയ്തിട്ടുണ്ടെന്നും സ്പർശിക്കാനുള്ള തണുപ്പുണ്ടെന്നും ഉറപ്പാക്കുക. പവർ സ്റ്റിയറിംഗ് റിസർവോയറും ബ്ലീഡും വാൽവും കണ്ടെത്തുക. ക്യാപ്പ് നീക്കം ചെയ്ത് ഫ്ലൂയിഡ് ലെവൽ നിരീക്ഷിക്കുക. മിക്ക പവർ സ്റ്റിയറിംഗ് റിസർവോയറുകളും ക്ലിയർ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ്രാവക നില നിരീക്ഷിക്കാൻ ക്യാപ്പ് നീക്കം ചെയ്യേണ്ടതില്ല. ക്യാപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡിപ്സ്റ്റിക്കിൽ മാർക്കിങ്ങുകളോ ലൈനുകളോ ഉണ്ടായിരിക്കാം. ഇത് മിനിമം, മാക്സിമം ലെവലുകളെ സൂചിപ്പിക്കുന്നു. ഫ്ലൂയിഡ് കണ്ടീഷൻ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഫ്ലൂയിഡ് മാറ്റി സ്ഥാപിക്കുക. ഫ്ലൂയിഡ് ലെവൽ വളരെ കുറവാണെങ്കിൽ പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നതിനുള്ള കാരണം കണ്ടെത്തുക. ഫ്ലൂയിഡ് ലെവൽ മിനിമം മാർക്കിന് താഴെയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ചേർക്കേണ്ടതുണ്ട്. സാവധാനം ചെറിയ അളവിൽ ഫ്ലൂയിഡ് ഒരു സമയം ചേർക്കുക. ഓവർ ഫില്ലിംഗ് ഒഴിവാക്കുവാൻ ലെവൽ പതിവായി പരിശോധിക്കുക. ഏതെങ്കിലും ഭാഗം കേടുവന്നതോ കേടായതോ ആണെങ്കിൽ ഡിഫക്റ്റീവ് ഭാഗം മാറ്റി സ്ഥാപിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ടു ലോക്ക് പ്രവർത്തിപ്പിച്ച് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ബ്ലീഡ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീൽ ലോക്ക് ടു ലോക്ക് പ്രവർത്തിപ്പിച്ച് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ബ്ലീഡ് ചെയ്യുക. പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കുക. പ്രഷർ ടെസ്റ്റിംഗ്. പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലെവൽ പരിശോധിക്കുക. പവർ സ്റ്റിയറിംഗ് പമ്പ്, ഡ്രൈവ് ബെൽറ്റ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ ക്രമീകരിക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. പമ്പിലേക്ക് ഒരു പവർ സ്റ്റിയറിംഗ് ഗേജ് ഘടിപ്പിക്കുക. പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഫില്ലും ബ്ലീഡും ചെയ്യുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഹൈ പ്രഷർ ലൈൻ, പമ്പ്, കൺട്രോൾ വാൽവ്, റിലീഫ് വാൽവ് എന്നിവയിൽ പ്രഷർ ഗേജ് റീഡിംഗ് നിരീക്ഷിക്കുക. എൻജിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുക. പ്രഷർ ഗേജ് റീഡിംഗ് നിരീക്ഷിക്കുക. എൻജിൻ പ്രവർത്തിക്കുമ്പോൾ പ്രഷർ ഗേജ് വാൽവ് അടച്ച് പ്രഷർ റീഡിംഗ് നിരീക്ഷിക്കുക. ഫ്ലഷ് സിസ്റ്റം. പവർ സ്റ്റിയറിംഗ് റിസർവോയറിന് കീഴിൽ ഒരു പാൻ സ്ഥാപിക്കുക. റിസർവോയറിലെ റിട്ടേൺ ഹോസ് ഫിറ്റിംഗ് നീക്കം ചെയ്ത് റിസർവോയറിൽ നിന്ന് ഫ്ലൂയിഡ് ഒഴുകാൻ അനുവദിക്കുകയും റിട്ടേൺ ഹോസ് പാനിലേക്ക് ഒഴുകാനും അനുവദിക്കുക. റിട്ടേൺ പ്ലോട്ട് പ്ലഗ് ചെയ്ത് റിസർവോയറിലേക്ക് ഫ്ലൂയിഡ് നിറയ്ക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് റിട്ടേൺ ഹോസിൽ നിന്നും ഫ്ലൂയിഡ് പാനിലേക്ക് ഡ്രെയിൻ ആകാൻ അനുവദിക്കുക. പഴയ ദ്രാവകം ഡ്രെയിൻ ആകുമ്പോൾ റിസർവോയറിലേക്ക് ക്ലിയർ ഫ്ലൂയിഡ് ചേർക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് റിട്ടേൺ ഹോസിൽ നിന്ന് ഫ്ലൂയിഡ് പാനിലേക്ക് ഒഴുകുവാൻ അനുവദിക്കുക. ഫില്ലിങ്ങും ബ്ലീഡിങ്ങും. എൻജിൻ ഓഫ് ചെയ്ത് തണുപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പവർ സ്റ്റിയറിംഗ് റിസർവോയർ ക്യാപ്പ് നീക്കം ചെയ്ത് ഫ്ലൂയിഡ് ലെവൽ പരിശോധിക്കുക. പൂരിപ്പിക്കുന്നതിന് ആവശ്യമായ ഫ്ലൂയിഡ് ചേർക്കുക. ക്യാപ്പ് മാറ്റുക. സ്റ്റിയറിംഗ് ബോക്സിലെ പവർ സ്റ്റിയറിംഗ് ബ്ലീഡിംഗ് വാൽവ് കണ്ടെത്തുക. സ്റ്റിയറിംഗ് ബോക്സിൽ നിന്ന് പവർ സ്റ്റിയറിംഗ് പമ്പിലേക്കും മറ്റ് ഘടകങ്ങളിലേക്കും പവർ സ്റ്റിയറിംഗ് ലൈനുകൾ കണ്ടെത്തുക. ഒരു ബ്ലീഡ് വാൽവ് ഉണ്ടെങ്കിൽ അത് ഈ ലൈനുകളിൽ സ്ഥിതി ചെയ്യുന്നു. ബ്ലീഡ് വാൽവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഏതെങ്കിലും മാർക്കിങ്സോ ലേബലുകളോ സ്റ്റിയറിംഗ് ബോക്സിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കുക.
കാർ സ്റ്റിയറിംഗ് കുറച്ച് ശബ്ദമുണ്ടാക്കുകയും സ്റ്റിയറിംഗ് കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് പവർ സ്റ്റിയറിംഗ് പമ്പിൽ കുടുങ്ങിയ ഒരു എയർ പോക്കറ്റ് മൂലമാകാം. ബ്ലീഡ് വാൽവ് അടയ്ക്കാൻ ബ്ലീഡ് വാൽവ് തുറന്ന് സ്റ്റിയറിംഗ് വീൽ പലതവണ തിരിച്ച് ലോക്ക് ടു ലോക്ക് ചെയ്യുക. പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലൈനിൽ വായു ഇല്ലെന്ന് ഉറപ്പാക്കുക. ഡ്രൈവ് ചെയ്യുന്നതിന് മുൻപ് പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലെവൽ പരിശോധിക്കുക. ഈ വീഡിയോയിൽ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലെവൽ അതിൻ്റെ അവസ്ഥയും പരിശോധിക്കുക. പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലെ ഫ്ലൂയിഡ് ലെവൽ ടോപ്പ് അപ്പ് ചെയ്യുക. പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് പ്രഷർ ടെസ്റ്റ് നടത്തുക. ഫ്ലൂയിഡ് ഫ്ലഷ് ഒരു പവർ സ്റ്റിയറിംഗ് സിസ്റ്റം, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് സിസ്റ്റം നിറയ്ക്കുകയും ബ്ലീഡും ചെയ്യുക തുടങ്ങിയവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.